നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യ സ്ഥാനമാണ് ഉപ്പിനുള്ളത്. ആഹാര പദാർത്ഥങ്ങൾ ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ഉപ്പ് ഉപയോഗിക്കുന്നു. കൂടാതെ ആഹാരം രുചികരമാക്കുന്നതിന് ഉപ്പിൻ്റെ സ്ഥാനം പ്രാധാന്യം തന്നെ നൽകുന്നു. ബൈബിളിലും ഉപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം, ഉൽപ്പത്തി 19 കാണുന്നു, ലോത്തും കുടുംബവും താമസിച്ചിരുന്ന സോദോം പട്ടണം നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ലോത്തിനെയും കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ലോത്തിനെയും ഭാര്യയെയും പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്താക്കിയതിനു ശേഷം ജീവരക്ഷയ്ക്കായി ദൂരോട്ട് ഓടിപ്പോക, ഇവിടെ നിൽക്കരുത്, തിരിഞ്ഞു നോക്കരുത് എന്ന് കൽപ്പിക്കുന്നു. എന്നാൽ ഇതിന് എതിരായി ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുകയും അനുസരണക്കേടിൻ്റെ ഫലമായി ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായി മാറുകയും ചെയ്യുന്നു. 2 രാജാക്കന്മാർ 2:19 ഉപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കുളം മലിനമാണ്. അതിൽ വെള്ളം കുടിക്കുന്ന ഗർഭിണികളുടെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. അപ്പോൾ എലീശ പ്രവാചകൻ അവിടെ ഉപ്പ് കൊണ്ടുവന്ന് ആ വെള്ളത്തിലിടുകയും ആ വെള്ളം ശുദ്ധമായെന്ന് പറഞ്ഞ് അത് അവരോട് കുടിക്കുവാൻ പറയുന്നു. ഇതിൽ നിന്ന് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഉപ്പിന് പ്രാധാന്യം ബൈബിൾ നൽകുന്നു. ഉപ്പെന്നാൽ സ്ഥിരതയുള്ളതൊന്നാണ്. അതൊരിക്കലും നശിച്ചു പോകത്തില്ല. പണ്ട് കാലങ്ങളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വീടിനകത്ത് പിശാച് കടക്കാതിരിക്കാൻ വേണ്ടി വാതിലുകളിൽ ഉപ്പിട്ടിരുന്നു. പിന്നെ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ഉപ്പ് ഉപയോഗിച്ചതായി കാണാൻ കഴിയും. ഉപ്പിന് പ്രാധാന്യ സ്ഥാനം തന്നെ പുരാതന കാലം മുതലേ നൽകിയിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 2:13 പറയുന്ന ഉപ്പ് യാഗത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. മത്തായി 5:13 യേശു തന്നെ അനുഗമിക്കുന്നവരുടെ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നു. നമുക്കിവിടെ യേശു ഈ ബൈബിളിൽ തന്നെ ഓരോ അധ്യായത്തിലും ഉപ്പിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കും യേശുവിനെ അനുഗമിച്ചുകൊണ്ട് ഭൂമിയുടെ ഉപ്പായി തീരാം.